ദുഃഖം, കഷ്ടം ഇവയൊന്നും സാധാരണഗതിയിൽ മനുഷ്യൻ ഇഷ്ടപ്പെടാറില്ല. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം കണ്ടെത്തും. അതെ, ദുഃഖം നാം ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ദൈവവചനം പറയുകയാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അങ്ങനെയുള്ളവർക്ക് ആശ്വാസം കണ്ടെത്തുവാനിടയായിത്തീരും. ജീവിതത്തിൽ ദുഃഖത്തെ അതിജീവിക്കുവാൻ കഴിയാതെ വ്യാകുലപ്പെടുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും. ലോകപ്രകാരമായ ദുഃഖങ്ങൾ, മരണത്തിൻ്റെ വേർപാടുകൾ നിമിത്തമുള്ള ദുഃഖങ്ങൾ, ഒറ്റപ്പെടലുകൾ, കടഭാര നിമിത്തമുള്ള ദുഃഖങ്ങൾ, അങ്ങനെ അനേക തരത്തിലുള്ള ദുഃഖങ്ങൾ പലപ്പോഴും നമ്മെ അലട്ടാറുണ്ട്. രണ്ടാമതായി, മാനസാന്തരത്തിനായി മനുഷ്യജീവിതം പലപ്പോഴും കാംക്ഷിക്കുമ്പോൾ ഇച്ഛിക്കാത്ത തിന്മ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ദൈവത്തിങ്കിൽ നിന്ന് അകന്നുപോയി പാപം ചെയ്യുമ്പോൾ അനേകർ ദുഃഖിക്കാറുണ്ട്. എന്നാൽ ദൈവഹിതപ്രകാരം ദൈവത്തോട് ചേർന്ന് നടക്കുവാനും ദൈവാലോചനയ്ക്കായി അതിനുവേണ്ടി ഒരുങ്ങുവാനും ഒരുവൻ തയ്യാറാകുമ്പോൾ ദൈവം അവനെ ആശ്വസിപ്പിക്കും. യെശയ്യാ പ്രവാചകൻ തൻ്റെ ജീവിതത്തിൽ യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 5-ാം വാക്യം, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ നടുവിൽ പാർക്കുന്നു എന്ന് പറഞ്ഞു. അതെ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പലപ്പോഴും ജീവിതത്തിൽ നമുക്ക് അശുദ്ധി, നിഷ്കളങ്കതയില്ലായ്മ, പാപസ്വഭാവങ്ങൾ ഇവയൊക്കെ നമ്മെ പിടിച്ചു കുലുക്കുകയും പിടിച്ചമർത്തിക്കളയുകയും ചെയ്യുന്നത് കാണാം. എങ്കിലും ദൈവിക ആശ്വാസവും ദൈവിക സമാധാനവും ദൈവത്തിൻ്റെ കരുണയും എപ്പോഴും നമ്മെ ജീവിപ്പിക്കുന്ന ഒന്നാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും പകരുവാനും ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നു. അതെ, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. എന്താണ്? ദുഃഖിതന്മാർക്ക് ആശ്വാസം പകരുവാൻ, മുറിഞ്ഞവരുടെ മുറിവുകൾ കെട്ടുവാൻ, ദൈവിക സമാധാനം പ്രാപിക്കുവാൻ. അതെ, ദൈവവചനപ്രകാരം ദൈവഹിതപ്രകാരം നമുക്ക് ലഭിക്കുന്ന ദുഃഖങ്ങൾ, വേദനകൾ, അതെല്ലാം കർത്താവിങ്കിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നവയാണ്. അതുകൊണ്ട് ദൈവഹിതപ്രകാരം നമ്മുടെ മുമ്പിൽ കടന്നു വരുന്ന കഷ്ടങ്ങളുടെ മുമ്പിൽ നാം പരിതപിച്ചു പോകുകയല്ല, പിന്നെയോ ദൈവത്തിൽ ആനന്ദിക്കുന്നവരായി തീരാം.